BJP സമരത്തിന് അനുകൂലമായി വിസ്മയ പോസ്റ്റിട്ടതിനെതിരെ മോഹൻലാലിനെതിരെയും സൈബർ ആക്രമണം. മകളെ വകതിരിവ് പഠിപ്പിക്കാൻ ഉപദേശിക്കണമെന്ന് പോസ്റ്റുകൾ. ലബി സജീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലബി, രാഷ്ട്രീയ നിലപാടുകൾ ഓരോ വ്യക്തിയുടേതുമാണ് എന്ന് മനസ്സിലാക്കാത്ത ആളുകളാണോ ഈ ഇത്തരം പോസ്റ്റുകളുമായി വരുന്നത്? തീർച്ചയായും മാധു, ഒരു മര്യാദയുടെ എല്ലാ അതിർത്തികളും ലംഘിച്ചുകൊണ്ടാണ് മോഹൻലാലിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ സൈബർ ആക്രമണം തുടരുന്നത്. മോഹൻലാലിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ എല്ലാം അടിയിൽ വന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വിസ്മയയെ വളരെ രൂക്ഷമായി വിമർശിക്കുന്നത്. മോഹൻലാലിന് നേരെയും അസഭ്യവർഷമാണ്. ലോകകപ്പ് വിജയം, സ്പെയിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ടിട്ടിരിക്കുന്ന ഒരു പോസ്റ്റിന് താഴെയൊക്കെ വളരെ മോശമായ ഭാഷയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മകളെ വകതിരിവ് പഠിപ്പിച്ചു കൊടുക്കുക മോഹൻലാൽ. വിദേശത്ത് പിതാവിന്റെ ചെലവിൽ വിദേശത്ത് താമസിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സർക്കാരിനെ പഠിപ്പിക്കാൻ വരരുത്. തുടക്കം എന്തായാലും വിജയിക്കില്ല, സിനിമ നല്ലതാണെങ്കിലും തങ്ങൾ കാണില്ല എന്നുള്ള രീതിയിൽ വിസ്മയയുടെ പുതിയ ചിത്രം തുടക്കത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങളൊക്കെ വരുന്നത്. വിസ്മയ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി പ്രക്ഷോഭത്തെ അനുകൂലിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടത്. അതിന് തൊട്ടു പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അതിരൂക്ഷമായ സൈബർ ആക്രമണം വിസ്മയയ്ക്ക് നേരെ നടന്നത്. ഇന്ന് അതിന്റെ തുടർച്ച എന്നോണമാണ് മോഹൻലാലിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിന് താഴെ എല്ലാം വന്ന് അത്രത്തോളം മോശമായ ഹീനമായ ഭാഷയിൽ മകളെയും അച്ഛനെയും മകളെയും ഒരുമിച്ച് സൈബർ ആക്രമണത്തിന് ഇരകളാക്കിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനെയും മോഹൻലാലിന്റെ നിലപാടുകളെയും വിസ്മയ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെയും ഒക്കെ വിമർശിക്കുന്നു. നേരത്തെ ഒരു ഷോക്ക് എമ്പുരാൻ സമയത്ത് തന്നതാണ്, അതൊന്നും മറന്നിട്ടില്ല എന്ന് പറഞ്ഞ് മോഹൻലാലിനെ മുന്നറിയിപ്പ് നൽകുന്നു, മോഹൻലാലിനെ ഭീഷണിപ്പെടുത്തുന്നു. ഒപ്പം തന്നെ അന്നത്തെ എമ്പുരാനെ കോട്ട് ചെയ്തുകൊണ്ട് അന്ന് എമ്പുരാൻ സിനിമയുടെ സമയത്ത് ഒരു ഷോക്ക് നിങ്ങൾ ഞങ്ങൾക്ക് തന്നതാണ്, അതുകൊണ്ട് പഠിക്കാതെ വീണ്ടും മകൾ ഇറങ്ങിയിരിക്കുകയാണ് എന്ന രീതിയിലേക്ക് വളരെ മോശമായ രീതിയിലാണ് വിസ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വിസ്മയ സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്നതേയുള്ളൂ, വിസ്മയുടെ പുതിയ ചിത്രം റിലീസ് ചെയ്യാനിരിക്കുന്നതേയുള്ളൂ. ആ സമയത്താണ് മോഹൻലാലിന്റെ മകൾ എന്നുള്ള രീതിയിൽ കൂടി വിസ്മയെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്രത്തോളം ഹീനമായ രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നത്. അതുമാത്രമല്ല, വിസ്മയ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതിനെ പറയുന്നത് ഇത്രകാലവും കേരളത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ നിലപാട് സ്വീകരിക്കാത്തത് എന്താണ്, ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ മാത്രം നിലപാട് സ്വീകരിക്കാൻ എവിടെ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? അങ്ങനെ വളരെ മോശമായ ഭാഷയിൽ കൃത്യമായി നമുക്കിത് പറയാൻ പറ്റും. അതും ഈ സമരത്തോട് ഐക്യദാർഢ്യപ്പെടുന്ന എല്ലാവരെയും ഇത്തരത്തിൽ ആക്രമിച്ച് പിന്തിരിപ്പിക്കുക എന്നുള്ള നിലപാടാണ്. കഴിഞ്ഞ ദിവസം കുഞ്ചാക്കോ ബോബനെതിരെയും ടൊവിനോയ്ക്കെതിരെയും എല്ലാം സമാനമായ രീതിയിൽ സൈബർ ആക്രമണം നടന്നിരുന്നു. അതെല്ലാം കടത്തിവെട്ടുന്ന രീതിയിലാണ് വിസ്മയക്കെതിരെ ഒരു കോണിൽ നിന്ന് ഇത്തരത്തോളം ശക്തമായ രീതിയിലുള്ള സൈബർ ആക്രമണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കം കാണില്ല, നല്ല സിനിമയാണ് എങ്കിൽ കൂടി എന്നൊരു പോസ്റ്റാണ്, എന്നൊരു കമന്റാണ്. തുടക്കം കൊള്ളാമത്, രാജ്യത്തെ ചൊറിഞ്ഞുകൊണ്ട് വേണ്ട, ഓൾ ദി ബെസ്റ്റ് എന്നത് മറ്റൊന്നാണ്. വീട്ടിൽ മകളോട് ആദ്യം പോയി വകതിരിവ് പഠിച്ചേച്ചു വരാൻ പറ എന്നുള്ളതാണ് മറ്റൊരു കമന്റ്. ഈ നിലയ്ക്കാണ് അധിക്ഷേപം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ആ പോസ്റ്റിന് താഴെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകൾക്ക് താഴെയും, അത് ഫുട്ബോൾ ആഘോഷത്തിന്റെ പേരിലിട്ട ചിത്രങ്ങൾക്ക് താഴെയും വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടാവുകയാണ്. ലബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.